CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ ധനഞ്ജയന് നേരെയും LDF മണ്ഡലം സെക്രട്ടറി രൺദീപിന് നേരെയും മുസ്ലിം ലീഗ് പ്രവർത്തകർ പുല്ലൂക്കരയിൽ വെച്ച് അക്രമം നടത്തിയതായി പരാതി. രണ്ടുപേരെയും ചൊക്ലി മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെയാണ് അക്രമം ഉണ്ടായതെന്നും ജാസി, അജിനാസ് എന്നിവർക്ക് പരിക്ക് പറ്റിയതായും മുസ്ലിം ലീഗും ആരോപിച്ചു. മുക്കിൽ പീടിക നാനാടത്ത് പീടികയ്ക്ക് സമീപത്താണ് അക്രമം ഉണ്ടായത്. വീടുകളിൽ പ്രചരണം നടത്തിയായിരുന്ന LDF പ്രവർത്തകരെ തടഞ്ഞ വിവരം അറിഞ്ഞെത്തിയപ്പോൾ ആക്രമിച്ചു എന്നാണ് പരാതി. CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, LDF നേതാക്കളായ KE കുഞ്ഞബ്ദുള്ള, A പ്രദീപൻ, രവീന്ദ്രൻ കുന്നോത്ത് എന്നിവർ ആശുപത്രി സന്ദർശിച്ചു. ടീച്ചറുടെ ലഘുലേഖയുമായി പുല്ലൂക്കര നന്നാടത്ത് പീടികയിൽ സമീപം സ്ക്വാഡ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്ന LDF പ്രവർത്തകർ ഒരു കൂട്ടം UDF സംഘം തടഞ്ഞു നിർത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ വാർത്തയറിഞ്ഞ് അവിടെ എത്തിയ LDFിൻ്റെ മണ്ഡലം സെക്രട്ടറി സഖാവ് ധനഞ്ജയനെയും അതോടൊപ്പം ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് രൺദീപിനെയും മുസ്ലിം ലീഗ് ആക്രമിച്ചിരിക്കുകയാണ്. വളരെ സമാധാനപരമായ അന്തരീക്ഷം നിൽക്കുന്ന ഇവിടെ പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പ് നടത്താനുള്ള വളരെ ഹീനമായൊരു ശ്രമമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. വടകരയിൽ ശൈലജ ടീച്ചറിൻ്റെ വിജയം സുനിശ്ചിതമാണ്. ശൈലജ ടീച്ചർക്ക് ലഭിക്കുന്ന അംഗീകാരവും സ്വീകാര്യതയും വിറളി പൂണ്ട UDF ആസൂത്രിതമായി സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം നടന്നു. അതിനെ തിരിച്ചറിയാൻ എല്ലാവരും തയ്യാറാകും. സമയം പാലിക്കുന്നു. പുല്ലൂക്കരയിൽ സംഘർഷം ഉണ്ടാക്കാൻ CPM ശ്രമിക്കുന്നതായി മുസ്ലിം ലീഗ് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം CPM അക്രമത്തിൽ കൊല്ലപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ മൻസൂർ വധക്കേസിൽ പുറത്തിറങ്ങിയ പ്രതികൾ വോട്ട് അഭ്യർത്ഥിച്ച് ഇതേ സ്ഥലത്ത് വീട് കയറിയപ്പോഴാണ് വാക്കുതർക്കം ഉണ്ടായതെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി PK ഷാഹുൽ ഹമീദ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് പകരം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം പുതുതായി രൂപം കൊണ്ടുവരുന്നുണ്ട് എന്ന് ന്യായമായി ഞങ്ങൾ സംശയിക്കുകയാണ്. മൻസൂറിൻ്റെ ചോര വീണ മണ്ണിൽ അതിൻ്റെ ആ ചരമവാർഷിക ദിവസം തന്നെയാണ് മൻസൂർ കേസിലെ കൊലയാളിയായിട്ടുള്ള ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു വിഷയം അവിടെ ഉണ്ടാകുന്നത്. ആ പ്രദേശത്ത് മൻസൂറിൻ്റെ കൊലപാതകത്തിന് ശേഷം ആ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിൽ കിടക്കുകയും നിയമത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ജാമ്യത്തിൽ ഇപ്പോൾ പുറത്തു നിൽക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ അത്തരം ആളുകൾക്ക് ചുമതല കൊടുക്കുകയും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം മൻസൂറിൻ്റെ വീട്ടിൽ ലഘുലേഖ കൊടുത്തുകൊണ്ട് നടത്തുകയും ചെയ്തൊരു ധിക്കാരപരമായ പ്രവർത്തനമാണ് CPMൻ്റെ അവിടുത്തെ നേതൃത്വം ചെയ്തത്. ഇക്കാര്യം ഞങ്ങൾ ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തെ ആ സമയത്ത് തന്നെ അറിയിക്കുകയും ഈ ഒരു വൈകാരികമായ വിഷയം അത് ബോധപൂർവം നമ്മുടെ നാട്ടിലൊരു കലാപമുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾ ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഇന്നലെ അത്തരത്തിലുള്ള ഒരു പരിശ്രമമാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള ജാബിറിൻ്റെ നേതൃത്വത്തിൽ അവിടെ വീടുകൾ കയറുകയും എന്നാൽ മൻസൂറിൻ്റെ കൊലയാളികളായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടതില്ല എന്ന വീട്ടുകാരുടെ ആ പ്രഖ്യാപനത്തെ ധിക്കാരപൂർവ്വം അതിനെ നേരിടുന്ന രീതിയിലുള്ളൊരു സമീപനം അവിടെ ഉണ്ടാവുകയും ചെയ്തതാണ് സത്യത്തിൽ ഇന്നലെ നങ്ങാർത്തുപിടിയിൽ ഉണ്ടായിട്ടുള്ള വിഷയത്തിന് ആധാരമായിട്ടുള്ള കാര്യം. സമഗ്ര ന്യൂസ് പാനൂർ.